എല്ലാം തകർന്നടിയുന്നതായി തോന്നുന്ന നിമിഷം, എല്ലാം അർത്ഥശൂന്യമാണെന്ന് തോന്നുന്ന അവസ്ഥ. നിങ്ങൾ സ്റ്റക്കാണ്, ക്ഷീണിതരാണ്. ഇതാണോ എല്ലാത്തിൻ്റെയും അവസാനം എന്ന് തോന്നുന്ന നിമിഷം. ഈയൊരു സത്യം ആരും നമ്മെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ജീവിതത്തിൽ ഏതൊരു വലിയ മാറ്റത്തിന്, ട്രാൻസ്ഫോർമേഷന് മുന്നോടിയായി ഒരു തകർച്ച സാധാരണമാണ് എന്നുള്ളത് അതൊരു വീക്ക്നെസ് അല്ല, മറിച്ച് ഒരു ബോധോദയമാണ്. അത് നമ്മുടെ ഇന്നർ സെൽഫ് പറയുന്നതാണ്, എൻ്റെ ഈ ഒരു വെർഷനുമായി മുന്നോട്ട് പോവുക ഇനി സാധ്യമല്ലെന്ന്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്ന്. അതുകൊണ്ട് സംഭവിച്ച തകർച്ചയെ ഒരു ക്ഷണമായി, ഇൻവിറ്റേഷനായി കരുതണം. നമ്മെ തന്നെ സ്ലോ ഡൗൺ ചെയ്യുവാനും റീസെറ്റ് ചെയ്യുവാനും. എപ്പോഴും ഓർത്തിരിക്കേണ്ടത് തകർച്ചകൾ സാധാരണമാണെന്നും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും പ്രധാനമാണ് അവയെന്നും. ബ്രേക്ക് ഡൗൺസ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് എവിടെ നിന്നോ വന്നു വീഴുന്ന പോലെ, അല്ലെങ്കിൽ വളരെ യാദൃശ്ചികമായി സംഭവിച്ച ഒന്ന് എന്ന പോലെ തോന്നിയാലും സത്യത്തിൽ അത് ഒരു ക്ലിയറായ, വ്യക്തമായ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു. അതിന് പല ഘട്ടങ്ങളുമുണ്ട്. ആദ്യത്തെ ഘട്ടമാണ് എക്സൈറ്റ്മെന്റ് ഫേസ്. ഒരു കാര്യം പുതുതായി തുടങ്ങുമ്പോൾ അത് ജോലിയാകാം, ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ പടിയാകാം. നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കും, ത്രിൽഡ് ആയിരിക്കും, ഫുൾ ഓഫ് എനർജിയും പല സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുകയുമായിരിക്കും. ഈ ഒരു സമയത്ത് മോട്ടിവേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. രണ്ടാമത്തെ ഘട്ടം ഫ്രിക്ഷൻ ഫേസ്. ഇവിടെ പ്രഷർ പതുക്കെ ബിൽഡപ്പായി തുടങ്ങും. പല പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നു പോകാനിടയാകും. പല കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും. കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമായി മാറും. നമ്മുടെ പ്രതീക്ഷകൾക്കനുസൃതമായി നീങ്ങാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വയം സംശയവും ഉത്കണ്ഠയും മറ്റും ഉണർന്നെഴുന്നേൽക്കാൻ ആരംഭിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ഇതെനിക്ക് പറ്റിയ കാര്യമല്ലായിരിക്കും എന്നെല്ലാം നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കും. മൂന്നാമത്തെ ഘട്ടം ദി കൊളാപ്സ് ഫേസ്. ഇവിടെയാണ് ബ്രേക്ക് ഡൗൺ ആരംഭിക്കുന്നത്. വൈകാരികമായും മാനസികമായും ശാരീരികമായും നമ്മൾ എക്സോസ്റ്റഡ് ആകുന്നു, ക്ഷീണിതരാകുന്നു. പരാജയഭീതിയും ഭയവും കൺഫ്യൂഷനും പ്രതീക്ഷയില്ലായ്മയും നമ്മെ കീഴടക്കാൻ ആരംഭിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന പല നഷ്ടങ്ങളും തിരസ്കരണങ്ങളും രോഗങ്ങളും ഇതിനെ കൂടുതൽ തീവ്രമാക്കുന്നു. ഈയൊരു സാഹചര്യത്തിൽ നമ്മൾ സ്വയം പിന്മാറാൻ ആരംഭിക്കാം, സ്വയം അടച്ചുകളഞ്ഞേക്കാം, അല്ലെങ്കിൽ മരവിച്ചൊരവസ്ഥയിലേക്ക് നീങ്ങിയേക്കാം. ഈ ഒരു ഫേസിൽ പല ആളുകളും ഗിവ് അപ്പ് ചെയ്യാൻ, ചെയ്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നു. നാലാമത്തെ ഘട്ടം ദി പോസ് ഫേസ്. ഈ ഒരു ഫേസിൽ ഒരു ശൂന്യതയുടെ അനുഭവവും നിശബ്ദതയും വൈകാരിക മരവിപ്പും അനുഭവപ്പെടുന്നു. ഒട്ടും പരിചിതമല്ലാത്ത അസ്വസ്ഥതയുളവാക്കുന്ന ഒരു അനുഭവത്തിലൂടെ പലരും കടന്നു പോകുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് സ്വയം വിചിന്തനവും ആന്തരികമായ ഒരു യാത്രയും വിട്ടുകൊടുക്കൽ അല്ലെങ്കിൽ സറണ്ടറും സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗിവ് അപ്പ് ചെയ്യണോ അതോ ഉള്ളിലേക്കൊരു യാത്ര പോകണമോ എന്ന് ഇവിടെ തീരുമാനിക്കാം. അഞ്ചാമത്തെ ഘട്ടം ദി അവേക്കണിംഗ് ഫേസ്. ഇതൊരു ടേണിംഗ് പോയിന്റിന്റെ ഫേസാണ്. വ്യക്തതയുടെയും ഉൾക്കാഴ്ചയുടെയും നിമിഷം. നിങ്ങൾ ജേണൽ ചെയ്യുന്നു, ശ്വസനത്തിലേർപ്പെടുന്നു, കരയുന്നു, സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അവസാനമല്ല, മാറ്റത്തിലേക്കുള്ള ഒരു വിളിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ആറാമത്തെ ഘട്ടം ദി റൈസ് ഫേസ്. ഇവിടെയാണ് ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പവർ തിരിച്ചെടുക്കുന്നു, റീക്ലെയിം ചെയ്യുന്നു. നിങ്ങൾ അടുത്തൊരു ചുവടെടുക്കുന്നു. ഫോഴ്സ്ഫുൾ ആയിട്ടല്ല, മറിച്ച് ഒരു അലൈൻമെന്റിൽ നിന്ന് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും പൊരുത്തപ്പെടുന്നത് പോലെ നിങ്ങൾ ആഴമേറിയ ജ്ഞാനത്തോടെയും ആധികാരികമായും മുന്നോട്ട് നീങ്ങുന്നു. ബ്രേക്ക് ഡൗൺ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പരാജയം സംഭവിക്കുന്നത് തകർച്ചയുടെ സമയത്ത് അവയിൽ നിന്നും പിൻവാങ്ങുമ്പോഴോ അതിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോഴോ സ്വയം ഷട്ട് ഡൗൺ ആകുമ്പോഴോ മരവിച്ച അവസ്ഥയിൽ നിലകൊള്ളുമ്പോഴോ ആണെന്നുള്ളത്. യഥാർത്ഥ അപകടം ബ്രേക്ക് ഡൗൺ അല്ല, തകർച്ചയല്ല, മറിച്ച് എല്ലാം അവസാനിച്ചുവെന്ന ചിന്തയാണെന്ന് ഓർത്തിരിക്കാം. ഈ ഘട്ടങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ ചില ഫേമസായ വ്യക്തികളുടെ ജീവിതങ്ങൾ നോക്കാം. ആദ്യമായി ഒപ്ര വിൻഫ്രി. ഒപ്ര വിൻഫ്രി പല ട്രോമാസിലൂടെയും കടന്നുപോയി. ദാരിദ്ര്യം, ടീനേജ് പ്രഗ്നൻസി, വൈകാരികമായ തിരസ്കരണം എന്നിവയിലൂടെ. വളരെ ഇമോഷണൽ ആയതിനാൽ TV ഷോയ്ക്ക് യോജിച്ച
വ്യക്തിയല്ല എന്ന് അവൾ കേൾക്കേണ്ടി വന്നു. ഒപ്രായയുടെ ബ്രേക്ക് ത്രൂ ഉണ്ടായത് ആം ഷിക്കാഗോ എന്ന ഷോയിൽ കിട്ടിയ അവസരമാണ്. മറ്റൊരു വ്യക്തിയായി പ്രിറ്റൻഡ് ചെയ്യുന്നതിന് പകരം അവളുടെ സത്യത്തെ തുറവിയോടെ വൈകാരികമായി പ്രകടിപ്പിച്ചപ്പോൾ ഒപ്രായയുടെ റേറ്റിംഗ് കുതിച്ചുയർന്നു. ഇത് ഒഥന്റിസിറ്റി, സ്വയം സത്യസന്ധത പുലർത്തുന്നതാണ് യഥാർത്ഥ പവർ എന്ന് തിരിച്ചറിയാൻ അവളെ സഹായിച്ചു. രണ്ടാമത്തെ വ്യക്തി ജെ.കെ. റൗളിംഗ്. റൗളിങ്ങിന്റെ അമ്മയുടെ മരണവും ഫെയിൽഡ് മാരേജും ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് പരിപാലിക്കേണ്ടതിന്റെ പ്രഷറും ജോലിയില്ലാത്ത അവസ്ഥയും അവളെ ഡീപ്പ് ഡിപ്രഷനിലേക്ക് നയിച്ചു. ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടുകയും ആത്മഹത്യയെക്കുറിച്ച് പോലും അവൾ ചിന്തിക്കുകയും ചെയ്തു. ഒരു തണുപ്പുള്ള ദിവസം ഒരു കഫേയിലിരുന്ന് സ്ട്രോളറിൽ ഉറങ്ങിക്കിടന്ന തന്റെ കുഞ്ഞിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവൾ ഒരു തീരുമാനമെടുത്തു. ജീവിതം മെച്ചപ്പെടുവാൻ കാത്തിരിക്കാതെ താൻ എഴുതാൻ ആരംഭിക്കുമെന്ന്. അങ്ങനെ തന്റെ ഭാവനയെ പേപ്പറിൽ പകർത്താൻ അവളെടുത്ത തീരുമാനം ജീവിതത്തിൽ അവൾക്ക് ഒരു വഴിത്തിരിവായി. എഴുത്തവൾക്കൊരു തെറാപ്പിയായി മാറി. ഹാരി പോട്ടർ ജനിച്ചത് അവളുടെ ഇരുൾ നിറഞ്ഞ ദിവസങ്ങളിലാണ്. മൂന്നാമത്തെ വ്യക്തി സ്റ്റീവ് ജോബ്സ്. 1985 സ്റ്റീവ് ജോബ്സ് തന്റെ സ്വന്തം കമ്പനിയായ ആപ്പിളിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. തകർന്ന അവസ്ഥയിലായിരുന്ന, അപമാനിതനായിരുന്ന അയാൾ താൻ സ്വയം പടുത്തുയർത്തിയ തന്റെ സ്വന്തം കമ്പനിയുടെ പുറത്ത് താൻ ആരാണെന്ന് ചിന്തിക്കാൻ ആരംഭിച്ചു. പിൻവാങ്ങുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ നെക്സ്റ്റ് എന്ന പുതിയ കമ്പനി തുടങ്ങുകയും പിക്സാർ ഏറ്റെടുക്കുകയും ചെയ്തു. സ്റ്റാൻഫോർഡിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, അത് കൈപ്പേറിയ മരുന്നായിരുന്നുവെങ്കിലും രോഗിക്കത് ആവശ്യമായിരുന്നുവെന്ന്. തന്റെ കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റീവ് ഏറ്റവും ക്രിയേറ്റീവായ, മികച്ച സർഗാത്മകതയുടെ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. തിരിച്ച് ആപ്പിളിൽ കയറിയ അദ്ദേഹത്തിന്റെ ഐമാക്കും ഐഫോണും ഐപാഡും ടെക് ലോകത്ത് വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഈ ജീവിത കഥകൾ നിങ്ങൾക്ക് പ്രചോദനമേകിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന വലിയ തകർച്ചകളെ എങ്ങനെ ഇത്തരത്തിൽ തരണം ചെയ്യാമെന്ന് നോക്കിയാലോ. ഇതിനായി തകർച്ചകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ അതിനെ ബോധപൂർവകമായി നേരിടുകയാണ് വേണ്ടത്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 1. നെയിം യുവർ പെയിൻ. നിങ്ങളുടെ വേദനയെ പേരെടുത്ത് പറയുക. അത് കൃത്യതയോടെ പറയുക. എനിക്ക് തകർന്നു പോയ പോലെ തോന്നുന്നു, ദേഷ്യം തോന്നുന്നു, ഭയം തോന്നുന്നു എന്ന പോലെ. ഒരു വികാരത്തെ അതിന്റെ പേരെടുത്ത് പറയുമ്പോൾ നമ്മൾ അതിന്റെ പവർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന വികാരങ്ങൾ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. എന്നാൽ അത് പ്രകടമാക്കുമ്പോൾ അത് റിലീസ് ചെയ്യപ്പെടുന്നു. 2. EFT ടാപ്പിംഗ്, ഡീപ്പ് ബ്രീതിങ് പോലുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നത്. ഞാൻ തകർച്ചയിലാണെന്ന് എനിക്ക് തോന്നുന്നുവെങ്കിലും ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു എന്ന പോലെയുള്ള വാക്യങ്ങൾ ടാപ്പിങ്ങിനായി ഉപയോഗിക്കാം. 4-7-8 ബ്രീതിങ് ടെക്നിക് ഉപയോഗിക്കാം. ഇതിൽ 4 സെക്കൻഡോളം ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, 7 സെക്കൻഡോളം ശ്വാസം പിടിച്ചു വയ്ക്കുന്നു, 8 സെക്കൻഡോളം ശ്വാസം പുറത്തേക്ക് കളയുന്നു. മറ്റൊന്നാണ് ഹാർട്ട് കോഹിറൻസ് ബ്രീതിങ് ചെയ്യുന്നത്. ഇവിടെ ഹൃദയത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹൃദയത്തിലൂടെ ശ്വസനം നടത്തുന്ന പോലെ ശ്വസിക്കാം. ഒപ്പം സന്തോഷകരമായ സന്ദർഭങ്ങളോ നന്ദി ഉളവാക്കുന്ന കാര്യങ്ങളോ മനസ്സിൽ ചിന്തിക്കാം. ഇങ്ങനെ കുറച്ചു മിനിറ്റുകൾ എടുത്ത് ചെയ്യാം. 3. സ്വയം എംപവറിംഗ് ആയ ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഒരു പ്രതിസന്ധി എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ഒരു വേദനയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് എന്തായിരിക്കും? 4. സ്പീക്ക് ലൈഫ് ഇൻ ടു യുവർ ഫ്യൂച്ചർ. ഇപ്പോൾ ഒരു പക്ഷേ വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിലും സ്വയം പറയാം, ഇത് ഒരു അവസാനമല്ല, ഇത് പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ് എന്ന്. 5. ഡോണ്ട് ഡു ഇറ്റ് അലോൺ. നിങ്ങളുടെ പ്രതിസന്ധിയെ നിങ്ങൾക്ക് സേഫായി തോന്നുന്ന വ്യക്തിയുമായി ഷെയർ ചെയ്യാം. അതുപോലെ സ്വയം അകത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിശ്ചലതയിലായിരിക്കാം. അങ്ങനെ കിട്ടുന്ന പ്രചോദനങ്ങൾ സ്വീകരിക്കാം. അതുപോലെ പ്രാർത്ഥിക്കാം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു തകർച്ചയുടെ നടുവിലുള്ള വ്യക്തിയാണെങ്കിൽ ഇതൊരു അവസാനമല്ല, മറിച്ച് നിങ്ങൾ വാർത്തെടുക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയാം. ഇതിൽ നിന്നും ഓടി മാറാനോ ഗിവ് അപ്പ് ചെയ്യാനോ ശ്രമിക്കാതിരിക്കുക. വലിയൊരു ഉയർച്ച ഈ വേദനയുടെ അപ്പുറം നിങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് ഓർത്തിരിക്കാം. ജെ.കെ. റൗളിംഗ് പറയുന്നുണ്ട്, റോക്ക് ബോട്ടം became the solid foundation on which I rebuilt my life. അതുകൊണ്ട് സ്റ്റേ ബ്രീത്ത്. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബ്രേക്ക് ത്രൂവിൻ്റെ പാതയിലാണെന്ന് മറക്കാതിരിക്കാം.